എന്തിനേറെ പറയുന്നു, 5 നേരം നിസ്കരിക്കുന്ന നമ്മുടെ ആളുകൾ നമ്മുടെ പെൺകുട്ടികളെ നോക്കിയാൽ ആണുങ്ങളെപ്പോലെ വേഷം ധരിപ്പിച്ചുകൊണ്ട് പെൺകുട്ടികളെ പുറത്തിറക്കുന്നത് കാണാം. പുരുഷന്മാരെ പോലെ പാന്റും ഷർട്ടും ജീൻസും ടീഷർട്ടും ഒക്കെ ധരിച്ച പെൺകുട്ടികൾ അല്ലേ? ഇന്നതൊരു നിത്യസംഭവമാണ്. വാഹനങ്ങളിൽ കയറിയാൽ, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, എയർപോർട്ടിൽ ചെന്നാൽ, ടൗണിൽ ചെന്നാൽ പെൺകുട്ടികൾ കഥാ ചെറുപ്പത്തിൽ തന്നെ വേഷം ധരിപ്പിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടികൾ മുതിർന്നൊരു വലിയ പെൺകുട്ടിയായാലും മുതിർന്ന പെൺകുട്ടികൾക്കും ആണുങ്ങളെപ്പോലെ വേഷം ധരിപ്പിക്കുന്നു. സ്ത്രീ സഹജമായ വേഷം അവർക്ക് ധരിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിന്റെ ദേഷ്യത്തിലായി വൈകുന്നേരമാകുന്നു, അള്ളാഹുവിന്റെ ദേഷ്യത്തിലായി നേരം വെളുക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകളോട് സാദൃശ്യനാകുന്നതാണ് പെണ്ണുങ്ങളെപ്പോലെ നടക്കുന്ന സവർഗരതി എന്ന് പറയുന്ന വൃത്തികേടിലേക്ക് വെളിച്ചം വീശുന്ന, അതിലേക്ക് അടുപ്പിക്കുന്ന പ്രവൃത്തി പോലും അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ചു. ഒരു പുരുഷൻ ഒരിക്കലും സ്ത്രീയെപ്പോലെ സംസാരിക്കരുത്, ഒരു സ്ത്രീയെപ്പോലെ കൊഞ്ചിക്കൊഴയരുത്, ഒരു സ്ത്രീയെപ്പോലെ വേഷം ധരിക്കരുത്, ഒരു സ്ത്രീയെപ്പോലെ സംസാരിക്കരുത്. വേഷത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും സ്ത്രീത്വമുള്ളവൻ മാനസികമായും സ്ത്രീത്വമുള്ളവനാകും. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, അവർ അള്ളാന്റെ കോപത്തിലാണ്, അള്ളാന്റെ ദേഷ്യത്തിലാണ്. ഒരിക്കലും ഒരാണ് പെണ്ണിന്റെ കോലം ചമയരുത്. അതുപോലെ തന്നെ വർദ്ധിച്ചു കാണുന്നത് വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആൺകോലം കെട്ടുന്ന പെണ്ണുങ്ങൾ, അതാണ് വർദ്ധിച്ചു. ആണുങ്ങൾ അങ്ങനെ പെൺകോലം കെട്ടി കാണാറില്ല പൊതുവെ, വേഷത്തിലൊന്നും ഇല്ലാന്നും പറഞ്ഞുകൂടാ. ചിലതൊക്കെ മുടിയെല്ലാം വളർത്തി കാതൊക്കെ കുത്തി, അങ്ങനെ ചിലതുണ്ട്. സ്ത്രീകളെ പോലെ തന്നെ വയറും ഒക്കെ കുറച്ച് വെളിവാക്കി. സ്ത്രീകളാണല്ലോ വസ്ത്രം ധരിക്കുന്ന സമയത്ത് പുക്കിള് മറക്കാതെ അല്ലെ, നാഭി പ്രദർശിപ്പിച്ച് പിൻഭാഗം പ്രദർശിപ്പിച്ച് ഒക്കെ നടക്കൽ പെണ്ണുങ്ങളാണ്. ഇല്ലാന്ന് പറഞ്ഞുകൂടാ. ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ചില കുട്ടികളുണ്ട്, മദാമമാര്, ഇംഗ്ലീഷുകാരത്തി പെണ്ണുങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത് പോലെ വലിപ്പം കുറഞ്ഞ ഫാന്റ്. നെര്യാണിന്റെ കീപ്പട്ടാണ് ഫാന്റിന്റെ വളർച്ച. കുപ്പായം മേലോട്ട് കയറും ചെയ്യാം. അപ്പൊ അടിവയർ ഇങ്ങനെ കുറേശ്ശെ കാണും. അടിവയർ കാണിച്ച് അടക്കുന്ന സ്വഭാവം പൊതുവെ പെണ്ണുങ്ങൾക്കാണ്. അടിവയർ കാണിക്കുക, അതിനനുസരിച്ച് മുടി നീട്ടി വളർത്തുക, മീശ വടിക്കുക, എന്നിട്ട് പെൺകോലം കെട്ടുക. താനി ഹറാമാണ്. ഹറാമാണെന്ന് മാത്രമല്ല, അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാന്റെ റസൂൽ അവരെ ശപിച്ചിരിക്കുന്നു. അവര് നേരം വെളുക്കുന്നതും വൈകുന്നേരമാകുന്നതും അള്ളാന്റെ ശാപത്തിലാണ്, അള്ളാന്റെ ദേഷ്യത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്ത്രീ വേഷം കെട്ടും, ഒരു പൗരുഷത്തിന്റെ വേഷം, മുടി നീട്ടി വളർത്തിയും കാതുകുത്തിയും അതുപോലെ തന്നെ മീശ പഠിച്ചും സ്ത്രീകളെപ്പോലെ വേഷം ധരിച്ചും നടക്കുന്ന ആളുകളുണ്ട്. അത് ഹറാമാണെന്ന് മാത്രമല്ല, അള്ളാഹു ശപിച്ച കൂട്ടത്തിലാണ്. നേരം വെളുക്കുന്നതും വൈകുന്നേരമാകുന്നതും അള്ളാന്റെ ശാപത്തിലാണ്. വർദ്ധിച്ചു വരുന്ന, നേരത്തെ പറഞ്ഞതാണ്, സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് ആൺകോലം കെട്ടുന്ന പെണ്ണിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവര് നേരം വെളുക്കുന്നതും വൈകുന്നേരമാകുന്നതും ശാപത്തിലാണ്. വസ്ത്രത്തിന്റെ കാര്യം തന്നെയാണ് പ്രത്യേകം. സഹോദരിമാര് ശ്രദ്ധിക്കണം, സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പെൺകുട്ടികൾ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആൺവേഷം ധരിപ്പിക്കരുത്. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഇല്ലാത്തവർ. പെൺകുട്ടികൾ മാത്രമുള്ള ആളുകൾ ചിലപ്പം പെൺകുട്ടിയേക്ക്, ഒരു കുട്ടിക്കെങ്കിൽ ആൺകോലം കെട്ടും, ഒരാൺകുട്ടിനെ കാണാൻ വേണ്ടി. അങ്ങനെ വളർന്നു വന്നാൽ ആ കുട്ടിയുടെ മനസ്സും അങ്ങനെ തന്നെ. മുടിയെല്ലാം ചെറുതാക്കി വെട്ടി, എത്ര വലിയ പെണ്ണാണെങ്കിലും പുരുഷന്മാരെ പോലെ മുടി ചെറുതാക്കി വെട്ടിയും അതുപോലെ തന്നെ പുരുഷനെ പോലെ വേഷം ധരിച്ചും പുരുഷനോട് സാമ്യപ്പെടുന്ന പെണ്ണിനെയാണ് ഇവിടെ ശപിക്കപ്പെട്ട കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. 4 കൂട്ടരിൽ 2 വിഭാഗത്തെ ഞാൻ പറഞ്ഞു. 3ാമത്തെ വിഭാഗം വല്ലത്തീയത്തിൽ ബഹീമാ, നാക്കാലികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവൻ. ഒന്നും റസൂലുള്ള പറയാതെ പോയിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അങ്ങനെ കണ്ടു ഓരോ കൗമ്. നാൽക്കാലികളുമായി ലൈംഗിക ബന്ധം നടത്തുന്നവർ. വല്ലതീ എഴുത്തിരിച്ചാൽ, 4ാമത്തെ പാർട്ടിയെ പറ്റി റസൂലുള്ള പറയുന്നത് പുരുഷനെ തന്നെ സമീപിക്കുന്നവൻ. ഈ 4 കൂട്ടർ നേരം വെളുക്കുമ്പോഴും അള്ളാന്റെ ദേഷ്യത്തിലാണ്, വൈകുന്നേരമാകുമ്പോഴും അള്ളാന്റെ ശാപത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസ്ത്രത്തിന്റെ കാര്യം പ്രത്യേകമായി റസൂലുള്ള എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസും കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ കൽബിലേക്ക് പ്രവേശിപ്പിക്കണം. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറജുല, ഒരു പുരുഷനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. യൽബസു ലിബ്സത്തൽ മർഅതി, പെണ്ണിനെ പോലെ വസ്ത്രം ധരിക്കുന്നു. വസ്ത്രത്തിന്റെ കാര്യം പ്രത്യേകം നബി തങ്ങൾ എടുത്തു പറയുന്നു. നേരത്തെ മൊത്തത്തിലാണ് പറഞ്ഞത് ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണ്. ഈ ഹദീസിൽ വസ്ത്രം തന്നെ പ്രത്യേകം പറയുകയാണ്.
അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു, യൽബസു ലിബ്സത്തൽ മർഅത്തി, ഒരാണ് പെണ്ണ് വേഷം ധരിക്കുന്നത് പോലെ വേഷം ധരിക്കുന്നു, വൽ മർഅത്തു തൽബസു ലിബ്സത്തർ റജുലി, ഒരു പെണ്ണാവട്ടെ പുരുഷനെ പോലെ വേഷം ധരിക്കുന്നു. ഈ രണ്ടു കൂട്ടരെയും അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. ശപിക്കപ്പെടാൻ കാരണമാണ്. ശാപം എന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ. നമ്മൾ സാധാരണ ശപിക്കൽ ഇബ്ലീസിനെയാണ്, ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാന്റെ ശാപമുണ്ടാവട്ടെ. അതേ ശാപം, അതുപോലത്തെ ശാപത്തിന് കാരണമാകുന്ന പണിയാണ് ആൺകോലം പെണ്ണും കെട്ടരുത്, പെൺകോലം ആണും കെട്ടരുത്. അത് വലിയ പാപമാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം കണ്ടുപിടിച്ചു. അദ്ദേഹം എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ആകുന്ന ഭരണാധികാരിക്ക് കത്തെഴുതി. എന്താണ് സംഭവം? അന്നഹു വജദ റജുലൻ ഫീ ലവാഹിൽ അറബി യുൻകഹു കമാ തുൻകഹുൽ മർഅത്തു. ലോകത്തിനറിയാത്തൊരു സംഭവം. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സഹാബി, കത്തെഴുതി ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, ഞാനൊരു ചങ്ങാതിയെ കണ്ടിട്ടുണ്ട്, യുൻകഹു കമാ തുൻകഹുൽ മർഅത്തു, പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്യപ്പെടുന്നത് പോലെ അവൻ വിവാഹിതരാകുന്നു. പെൺകോലം ഒരാണാണ്, ആള് ചെറുപ്പക്കാരനാണ്, പക്ഷേ സ്ത്രീകോലം കെട്ടിയിട്ട് അവൻ പുരുഷനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ എന്റെ ശ്രദ്ധപ്പെട്ടിട്ട് എന്താ ആർക്കും അറിയില്ല, മുൻഗാമികളിൽ ആർക്കും ഇല്ലാത്ത സ്വഭാവമായത്. വലിയ പണ്ഡിതനായ ഖാലിദ് ഇബ്നു വലീദിന് പിടുത്തം കിട്ടിയില്ല. എന്ത് ചെയ്യണം? സ്ത്രീകളെപ്പോലെ ആ പുരുഷനെ നിക്കാഹ് ചെയ്യണം.